ഇമ്മച്ചി എന്റെ മുടി ഒന്ന് കെട്ടിത്തരി. ഇതൊക്കെ അനക്കനെ ശരിയാക്കി കൂടെ? ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇപ്പോഴും മുടി കെട്ടാൻ അറിയില്ലെന്ന് പറഞ്ഞ എന്നാണാവ് ഇതൊക്കെ ശരിയാവുക? നീ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. നിനക്കാണെങ്കിൽ ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കാൻ അറിയില്ല. അറിയാ ഒന്ന് ബുൾസായി. അതിന് പിന്നെ പണിയൊന്നുമില്ലല്ലോ. മുട്ട പൊട്ടിക്ക, ചട്ടി പാര, ചീ ബുൾസേ റെഡി. മതി. നിങ്ങളൊക്കെ വേറെ വീട്ടിൽ പോകേണ്ടവരാണെന്ന് ഓർമ്മ വേണം. നടക്ക്. വേഗം വാ. ഉമ്മച്ചി പോണതാ ബെല്ലടിക്കണേ, അതൊന്നും എടുത്തൂടെ? അത്ര അത്യാവശ്യക്കാരാണെങ്കിൽ ഇനി വീണ്ടും വിളിച്ചോളൂ. ഗൾഫിന്ന് ഉപ്പയാണെങ്കിലോ? ബെല്ല് നിന്നു. പുന്നാര സെക്കിനത്താ, ഞങ്ങൾ ഇറങ്ങുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാ പോട്ടെ. ഹലോ ഹലോ ഹലോ, ഇത് മൻസൂറിന്റെ വീടല്ലേ? അല്ലല്ലോ. പിന്നിത് ആരെ വീടാ? നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? ഞാൻ മൻസൂറിന്റെ വീട്ടിലേക്കാ വിളിച്ചത്. ഇതാ വീടല്ല, റോങ് നമ്പർ. പിന്നിത് ആരാ? സക്കീനാത്തയാണോ? അത് ശരി, അപ്പൊ റോങ് നമ്പർ അല്ല. സക്കീനാത്ത് നിന്നെടുത്ത പുള്ളി സാരില്ലേ, അത് നല്ല ചേർച്ചുണ്ട് കേട്ടോ. തന്നെ? ഏത് ഫോണിന്നാ വിളിക്കണത്? ഇത് മൊബൈലിൽ നിന്നാ വിളിക്കുന്നത്. ദേ ഒരു മിനിറ്റ്, ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, ഇപ്പൊ വരാം. തെമ്മാടികൾ, ഇവരൊക്കെ വെടിവെച്ച് കൊല്ലാൻ ആളില്ലഞ്ഞിട്ടാ. ഹലോ ഹലോ ഹലോ. ഇനി പോയി നോക്കാം. ഹലോ ഹലോ, എത്ര നേരം ഞാൻ ഫോൺ പിടിച്ച് കാത്തിക്കണ്. കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ അന്നെ പൊക്കൻ പോലീസ് അവിടെ എത്തും. എടോ, താൻ വിചാരിക്കുന്ന ഒരുത്തിയല്ല ഞാൻ. ഫോൺ വെച്ചിട്ട് പോടാ. ഇവരൊക്കെ എന്താ വിചാരിച്ചത്? ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യമാരൊക്കെ പഞ്ചാര വർത്താനം കേട്ട മയങ്ങി വീഴുന്നു. ഇവനൊക്കെ കയ്യെ കിട്ടിയ. സ്വന്തം കുടുംബത്തിന് വേണ്ടി അന്യനാട്ടിൽ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ചതിക്കാൻ ചങ്കുറപ്പുള്ള ഒരു ഭാര്യയ്ക്കുമാവില്ല. പിന്നെ ചൂ എന്ന് പറയുമ്പോഴേക്കും ചുണ്ടങ്ങ എന്ന് പറഞ്ഞു വരുത്താൻ നാട്ടിൽ ഒരു പണിയില്ലാത്ത പരദൂഷണക്കാർ ഒരുപാടുണ്ടല്ലോ. ഈ നാട് നന്നാവുന്ന ലക്ഷണമില്ല. നിങ്ങളെ മറന്ന് ഈ സക്കീനൊന്നും പ്രവർത്തിക്കൂല. നിങ്ങൾ ഗൾഫിൽ പോയ ശേഷം ഒരു വല്ലാത്ത ജീവിതം എന്റേത്. ഒക്കെ എനിക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ അല്പ ആശ്വാസം. ജീവിതം ഇങ്ങനെയൊക്കെയാ. ചിലത് നേടണമെങ്കിൽ കുറെ നഷ്ടപ്പെടുത്തേണ്ടി വരും. പച്ചക്കറി ഒന്നും വാങ്ങൂല സക്കീന, പൊള്ളണ വിലയാ. അയിനെ നമ്മക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മളെന്നെ ഉണ്ടാക്കണം. കൈക്കോട്ട് പിടിക്കാറിയാത്തോളം ഈ പറയണേ. പച്ചക്കറിക്ക് മീൻ ഇങ്ങനെ വില കയറിയ എന്താ ചെയ്യാ? കൂലിപ്പണിക്കാരുടെ കാര്യം കഷ്ട. ഈ വിലക്കയറ്റം കൊണ്ട് കൃഷിക്കാരനും മീൻപിടുത്തക്കാരനും ഒരു കാര്യമില്ല. ലാഭം മുഴുവൻ എടുത്തിട്ടായിരുന്നല്ലേ. ഇതാ ഇപ്പൊ തന്നെ നോക്ക്, നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സാധനല്ലേ ഈ മുരിങ്ങന്റെലും കർമൂസയും. അത് മൊബൈൽ ടവറിന്റെ റേഡിയേഷൻ പിടിക്കേ എന്തൊക്കെയാ കേൾക്കണേ. ശാസ്ത്രീയായിട്ട് ഒരു തെളിവില്ലായിരുന്നു. എന്താ ചെയ്യാ, എല്ലാം സഹിക്കന്നെ. അല്ല എന്താ ചെയ്യാ. പിന്നെ ബാപ്പ വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ പണി? കലക്ടർ ഓഫീസ് ഒന്നല്ലല്ലോ ഇവിടെ. മനുഷ്യന്മാര് നായരി തിളപ്പിക്കാൻ വിറകില്ലാതെ പരക്കം പായുമ്പോളാ ഇമ്മാതിരി ഉണങ്ങിയ മടല് വെറുതെ ചെതലൊടിപ്പിച്ച് കളയണത്. തൊടുവാണെങ്കിലും ആകെ കാട് പിടിച്ച് കിടക്കുക. വല്ല പാമ്പും വന്ന് കട്ടിൽമ കയറി കിടന്നാ അറിയൂല. നേരം വെളുത്തത് അതേമാതിരി കരിവാളിച്ച് കിടക്കുമ്പോഴേ എങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? അതുമില്ല. പിന്നെ അന്നെ ഒന്ന് നേരിട്ട് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നിക്കണത്. ബാപ്പ ചായ എടുക്കട്ടെ? ചായ കുടിക്കാനല്ല ഞാൻ വന്നത്, നിന്റെ പുന്നാര മോനൊന്ന് ഉപദേശിക്കാനാ. അല്ലട ചെങ്ങായിയെ, ഇജെങ്ങനെ ജീവിച്ചു പോണ്? ഇനി ഞാനറിയാത്ത വല്ല ബിസിനസ്സും
ഇജൊരു പണിക്കും മുകളിലാന്നിച്ചറിയാ. മുയിമൻ നേരാ ക്ലബിലും പിന്നെ നാട്ടുകാരുടെ കാര്യത്തിന് പിന്നാലെ. ആണ്ടിലൊരിക്കലും 2 വണ്ട കൊണ്ടേ കൊടുത്താല് അന്റെ കുട്ടികൾ വിശപ്പടക്കിക്കോളും. പക്ഷേ അന്റെ വളർന്നു വരുന്ന എന്റെ മകളെ കുറിച്ച് എന്താണൊക്കൊരു വിചാരമില്ലാത്ത? ഇക്കാലത്ത് ആനക്കെടുക്കാൻ മാത്രം പൊന്നും മണ്ടോല്ലെങ്കിൽ പെൺകുട്ടികള് പൊരി കുത്തിരിക്കും. പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വരുന്ന പോയത്തക്കാരെണ്ണം വളരെ കുറവാ. ഈ എന്റെ കുട്ടിയാക്കും വേണ്ടി എന്താ ഉണ്ടാക്കിയത്? അതുകൊണ്ട് ഒരു കാര്യം തുറന്ന് പറയാനാ ഞാൻ വന്നത്. ഇതിലെങ്ങനെ തിരിഞ്ഞളിച്ച് കാലം കുറെ പോയി. ഞമ്മളെ മരക്കാരാക്കാന്റെ അമ്മ ഫൈസലൊരു വിസ കൊണ്ടു നിൽക്കണ്. ഇജ അത് വാങ്ങി അക്കരക്ക് പോണം. ബാപ്പാ, എനിക്കറിയാം മോളെ എന്റെ കൽബിന്റെ നീറ്റല്. പുറത്ത് കാണൂലെങ്കിലും എന്റെ ഉള്ളിൽ ഞാൻ കാണുന്നുണ്ട്. ഇതാ ബാപ്പാ ചായ. നല്ല വിസ ഹൗസ് കീപ്പറുടേത്. പണം കുറച്ച് വേണ്ടി വരും. അന്റെ അടുത്ത് സ്വർണ്ണം എന്തെങ്കിലും? മാലയുടെ കൊളുത്തു പൊട്ടിയപ്പോ വിളക്ക് ചേർക്കാൻ കൊടുത്തു തട്ടാൻ വാസുവിന്റെ അടുത്ത്. തട്ടാൻ വാസുവിന്റെ അടുത്തോ? അതോ ബാങ്കിൽ പണം കൊടുത്ത് ഞാനത് വാങ്ങി? നാണല്ലല്ലോ എന്റെ കെട്ടിയോന്. കാലാവധി കഴിഞ്ഞ് ലേലം ചെയ്യാൻ പോണ പണ്ടത്തിന്റെ ലിസ്റ്റില് ഇതും പെടണ്ടല്ലോ. നാ പിടിച്ചോ. പഠിച്ചോനെ, ഈ ചങ്ങായി തെങ്ങട്ട് മേത്ത് കാറ്റില്ലങ്ങായി. അല്ലമ്മേ, സോറി, എന്തിലും പറ്റിയോ? അനക്കത്തും പറ്റിയില്ലല്ലോ. ഇജ്ജ് സൈഡിൽ കൂടെ വരുന്നുണ്ട്, ഞാനാണ് മാറി. അപ്പൊ ചായക്കുടിയും വന്ന്. അപ്പൊ ഞാൻ അരൂക്ക് മാറി. അടുക്കുജ്ജെത്തി ഇജ്ജത്താ മനസ്സിനെ കുത്തിച്ചാനാ ബൈക്കും കൊണ്ടടക്കണേ. സോറി, തെറ്റിന്റെ ഭാഗത്താണ്. അത് ഇജ്ജ് പറയരുത്, തെറ്റി നമ്മളിരുത്താ. എന്റെ വര വേണ്ടപ്പളേ ആ കാണാൻ മരത്തുമ്മ കയറണ്ടീ നമ്മള്. അതിന് പറ്റിയില്ല, പോയങ്ങായിട്ട്. ഞാനും എൻ്റെ ഒരു കാലിസറായും കൂളിംഗ് ഗ്ലാസ് അല്ലേ തന്നോടെ കണ്ണാണില്ല. പാമ്പിനെ അല്ല തച്ചലുണ്ട്, ഇമാതിരി ബൈക്കിനാ. സെക്കിനാത്താ, സെക്കിനാത്ത്. മൈമാലിയാക്കേ മെയ്മേലിയൊക്കെ മുഹമ്മദ് അലി എന്ന് പറയും. പിന്നെ ഉമ്മച്ചില്ല അവിടെ? ഉണ്ടല്ലോ. എന്നാ വിളിച്ച. കോയിലെന്നിട്ട് കൊറേ കാലായി. കജ്ജത്തോടച്ചോനെ കിട്ടാത്ത കജ്ജ് കുടുങ്ങിയല്ലോ എന്റെ പഠിച്ചോനെ. ഇതിപ്പോ വളഞ്ഞില് ഈച്ചുടുങ്ങിയച്ചേക്കാലോ. മയമാലിയാ? തീരെ സമയല്ലാത്ത മനുഷ്യന്മാര് വിളിച്ചിട്ട് നിക്കപ്പുറത്തില്ല. അതെന്താ? എന്തൊരു സാധനം കേടന്നാലും നമ്മളെന്നെ നന്നാക്കി കൊടുക്കണ വെച്ചാല്. ഈ നാട്ടില് വേറെ ഈ പണി അറിയണവരില്ലാത്തോണ്ടല്ലേ? മുറി വൈദ്യന്മാര് ജീവൻ എടുക്കുന്ന കേട്ടില്ലേ? ഇന്നാളെ തെക്കുംപുറത്തെ സുലൈമാന്റെ കിണറ്റിലെ മോട്ടർ കേടുന്നു. 2 പണിക്കാര് പഠിച്ച പണി മുഴുവൻ നോക്കി, നന്നാണില്ല. ഇതാ നമ്മൾ ഈ സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ ടച്ചപ്പ് മോട്ടർ ഓടാൻ തുടങ്ങി. പിന്നെ ഇന്ന് വരെ ആ മോട്ടർ നിന്നിട്ടില്ല. അതെന്താ? അത് നിക്കണമെങ്കിൽ വീസ് വരേണ്ടി വരും. അതന്നെ. അല്ല, ഇവിടുത്തെ ഇസ്തിരി പെട്ടിക്ക് ഒരു സ്റ്റോക്കടി ഉണ്ട്. എന്നിട്ട് സ്റ്റോക്കടി അല്ല, ഷോക്കടി. രണ്ടും ഒന്ന് തന്നെ. ഒന്ന് ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷും ഒന്ന് അമേരിക്കയിലെ ഇംഗ്ലീഷും. ഇത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. എന്നാ ഇസ്തിരി പെട്ടി കണ്ടിരിക്കും. ഇപ്പൊ കൊണ്ടുവരാം. ഇതാ എടുത്തോളി. വേണ്ട വേണ്ട വേണ്ട, ഇജ്ജ് തിന്നോ. വേണോ? സ്റ്റോക്കടി അല്ലേ, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ശരിയാക്കിയരാ. ചെറുതായിട്ടൊരു സ്റ്റോക്കാണ് ഉണ്ട്, അതിപ്പോ ശരിയാക്കിയരാ. വയറൊക്കെ 3 മീറ്റർ ഉണ്ടല്ലോ, പിന്നെ എത്ര ഇതിന് പറ്റി? കോട്ടൊന്നും കാണുന്നില്ല.
ഒക്കെ ശരിയാക്കിയാണ്. പ്ലഗ് ഓടിയാ അകത്ത്. ആ ഇപ്പൊ ഷോക്കില്ല. ആ സക്കിനാത്ത പെട്ടി കേട്ടാട്ടിയാണ്. ഈ കരണ്ടിന്റെ പെട്ടി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ കരണ്ട് പെട്ടി ഉപയോഗിക്കുമ്പോൾ കാൽമ ചെരുപ്പിടണം. നനഞ്ഞ കജ്ജോണ്ട് ഒരിക്കലും തൊടരുത്. പിന്നെ ഈ പിന്നെടുത്താണ്ട് പതുക്കെ ഈ പ്ലഗിലിടുക. ഇതിങ്ങനെ കടത്തി വെക്കരുത്, കുത്തനെ വെക്കണം. എന്നിട്ട് ഇതാ ഇങ്ങനെ സ്വിച്ച് ഇടുക. എന്നിട്ട് ഇത് ചൂട് കൂട്ടാൻ ഇങ്ങനെ തിരിച്ചാൽ മതി. മൈമാലിയക്ക എന്തെങ്കിലും പറ്റിയോ? എന്ത് പറ്റാനാ? നമുക്കിപ്പോ മനസ്സിലായില്ല എങ്ങനെയാ കരണ്ട് പിടിച്ചണെന്ന്. എന്നാ ഞാൻ വരാം. ഏതായാലും തുണി കുപ്പായത്തിനൊത്തും പറ്റിയില്ല. പഠിച്ചാൻ കാത്തിക്കണ്. മിക്സി കേടാരാത്ത ഏതായാലും നന്നായി. മിക്സി കേടെന്നാണെങ്കിൽ എൻ്റെ കൈ തന്നെ കാണൂല. ഇനിയിപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ എന്നെ കണ്ട് ബോധം കിടാവും. അതേതായാലും ഉണ്ടാവില്ല. ഒക്കെ അല്ലെങ്കിലേ ബോധമല്ലല്ലോ. ബാപ്പ എന്ന് പറഞ്ഞപ്പോഴാ മക്കള് വളർന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഇത്രയും കാലം ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ സക്കീന? നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ നോക്കാറില്ല എന്ന തോന്നൽ നിന്നെ അലട്ടാറുണ്ടോ? പറയ്. എല്ലാം നീ പറയാതിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടില്ല. നിന്നെ മക്കളെ ഞാൻ മറന്നതല്ല, അവഗണിച്ചതല്ല. അതിമോഹങ്ങളൊന്നും എനിക്കില്ല. എന്റെ കണ്ണടയുന്നത് വരെ ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. ഇനി ഗൾഫിൽ പോയാൽ എന്റെ കാര്യമൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ആലോചിച്ച പിന്നെ ഇക്കയും നമ്മുടെ കുട്ടികളും എന്നും ആരോഗ്യത്തോടെ ഇരിക്കണം. അതുമാത്രമാണ് എപ്പോഴും എന്റെ തേട്ടം. ബാപ്പ പറഞ്ഞത് കേട്ട് ഞാൻ വിഷമിച്ചു. പക്ഷെ നല്ലതിനാണെന്നോർത്ത് ആശ്വസിക്കാൻ ശ്രമിച്ചു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിന്നെ കിട്ടിയത്. എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളൊരു ഭാര്യ. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി വീർപ്പുമുട്ടുന്നൊരു ഭാര്യ. മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഒരുപാട് കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. ആ പിന്നെ രഹ്നനെ കാണാൻ വരുന്ന ചെറുക്കനെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കണ്ടതാ. പിന്നെ ചെറുക്കനെ 14 രാവിന്റെ മൊഞ്ചൊന്നും വേണമെന്നില്ല. ഓള് നല്ലപോലെ നോക്കിയാ മതിയായിരുന്നു. എന്നെപ്പോലെ ഉത്തരവാദിത്ത ബോധമില്ലാത്തവനായാലോ? വിഷം കൊടുത്ത് ഞാൻ കൊല്ലു. അല്ല മനുഷ്യ, എന്താ നിങ്ങൾക്ക് അവിടെ പണി? ഞാനിവിടെ എക്സസൈസ് ചെയ്ത് കൊടുക്കല്ലേ. ഇങ്ങോട്ട് ഇറങ്ങി കളി മനുഷ്യ. കാറ്റടിച്ചിട്ട് പാറിപ്പോയാലേ ഇച്ചിങ്ങളെ തെരഞ്ഞെടുക്കാൻ നേരില്ല കേട്ടോ. ഇല്ലപ്പോ ഇവിടെ കാറ്റൊന്നും ഇല്ല. നിങ്ങളൊന്നും കൊണ്ട് ഇറങ്ങി വന്നാണി ആ ചെടിക്കൊന്ന് നനക്കാൻ. ഓസത്തെ കിടക്കുന്ന ആ ചെടിക്കൊന്ന് നനച്ചാളി. ഞാൻ എന്റെ പള്ള കുറയുള്ള എക്സസൈസ് ചെയ്യല്ലേ. പൈപ്പില് വെള്ളം വരുന്ന കാണില്ലല്ലോ. പണ്ടാനടുക്കത്തില് വെള്ളമില്ലേ? ഒച്ച കേക്കണില്ലല്ലോ. വെള്ളമില്ലേ? പടച്ചോനെ, ഇപ്പൊ കുളി ഇവിടുന്നായോ? അതിലൊക്കെ മനുഷ്യന്മാരുണ്ടെന്ന് ഇങ്ങക്ക് നാളെച്ചിട്ട് ഒന്ന് വേഗം പോയി ഒരുങ്ങിക്കോളി. എവിടേക്കപ്പോ പോണ്? പെട്ടാണോ? അയ്യടാ, പൂതി നീ മാറിയിട്ടില്ലല്ലേ? എന്റെ അഞ്ചത്തിന്റെ പുയ്യാപ്പള സുഖമില്ലാതെ ആസ്പത്രി കിടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേന്ന്? അവിടെ പോകാതിരുന്നാലേ ഇങ്ങക്ക് മോശമില്ലല്ലോ, എനിക്ക് മോശാ. എന്നാ പിന്നെ ഇജ്ജ് പോയാ പോരെ? അത് പോരാ, നിങ്ങൾ എന്റെ പുയ്യാപ്പളയല്ലേന്ന്? അല്ലെങ്കിൽ എന്റെ കൂടെ പോരാൻ പണ്ടേ ഇങ്ങക്ക് കുറച്ചില്ല. നിങ്ങൾ തുണിയും കുപ്പായും മാറി കുറച്ച് ബേക്കറി സാധനം വാങ്ങി വേഗം വരീന്ന്. നേരെ ഒരുപാടായി.
എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരടങ്ങായി പത്തിരിപ്പൊടി 2 പാക്കറ്റ് പപ്പടം ബേക്കാക്കിയാളാ, അത് മതി. പത്തിരിപ്പൊടിയും പപ്പടം സുഖമില്ലാത്ത ആളെ കാണാൻ പോകുമ്പോ കൊണ്ടുപോവുക. എടി കൈതേ, പത്തിരിപ്പൊടിയും പപ്പടാൻ പോലെ നമ്മക്കാണെങ്കിൽ ചെലവ് കുറയും ചെയ്യും, ഓൽക്കാണെങ്കിൽ ഒരു കാര്യത്തിലാവും ചെയ്യും. ആ അത് ശരിയാണല്ലോ, നിങ്ങളൊരു ബുദ്ധി. നമുക്ക് പോകാം, ഓട്ടോറിക്ഷ മജീദിനെ വിളിച്ചു നോക്കിയാലോ. നടത്താ. ഹലോ ഹലോ, മജീദല്ലേ? പെട്ടെന്നൊരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വന്നാച്ച്. നമ്മുടെ മജീദേ, നമുക്ക് ആശുപത്രിക്കകത്ത് പോകണം, ആ ഓട്ടോറിക്ഷ കൊണ്ടുപോവാ. അതിന് ഞാൻ പടില്ലേ, ഞാൻ ബാംഗ്ലൂരാണേ. ബാംഗ്ലൂരോ? ആ ബാംഗ്ലൂർ തന്നെ. അപ്പോക്ക് ബാംഗ്ലൂർ എത്തിയോ? എന്താണ് അവിടെ? നാളെ ന്യൂ ഇയർ അല്ലേ? ബാംഗ്ലൂരിൽ ന്യൂ ഇയറിന് 2 മിനിറ്റ് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. ഞാൻ അത് കാണാൻ വേണ്ടി പോന്നതാണ്. എടാ ഒക്കെ അതിന് കായ് ചെലവാക്കി അങ്ങോട്ട് പോണ്ടിരടാ. 2 മിനിറ്റ് അല്ല, 2 മണിക്കൂർ നമ്മളെ വരിക്കുവന്ന നമ്മള് കന്നെ ഓഫാക്കി തരൂലാർക്ക്. പിന്നെ എന്തിനാ ചക്കട്ട് പോയത്? വണ്ടി ആസ്പത്രി കിട്ടാ. ഹലോ, എവിടെ എത്ര കാലായി കണ്ടിട്ട്? എന്താ പറയാ, ഞാൻ ട്രിപ്പിലാ. എന്തൊക്കെയുണ്ട് വർത്താനം? പെണ്ണുക്കെ കുട്ടിയൊക്കെ സുഖം തന്നെയല്ലേ? ഞമ്മളിങ്ങനെ ഓരോങ്ങനെ വള്ളക്കുടിക്ക് ട്രിപ്പായിട്ട് ഇങ്ങനെ പോവാണ്. പറയും. അത് ഞാൻ 2-3 ഡ്രൈവറെ, വണ്ടി ഓടിക്കുമ്പോ ഫോൺ ചെയ്യല്ലേ, അപകടം ഉണ്ടാവും. കുട്ടികളായിട്ടുള്ള വൈത്താരം നടക്കുക. ഈ ഫോൺ വിളി കട്ടാക്കടോ, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. എന്റെ ഫോൺ വിളി കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി. ഒന്നുകൂടെ ഇറങ്ങിയാണ് വണ്ടീന്ന്, ഒന്നുകൂടെ ഇറങ്ങിയാണ് നിങ്ങള്. കട്ട് ചെയ്യണ്ട കേട്ടോ, 1 മിനിറ്റ്. ഞാൻ ഫോണൊക്കെ ചെയ്തിട്ട് വണ്ടി പോവുള്ളൂ. അതിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കയറിയാ മതി. പൊയ്ക്കാങ്ങ അവിടുന്ന്. എന്റെ ഒരു സോപ്പം പട്ടി. ഹലോ, ഞാൻ ചോറ് വെച്ചല്ല, ഹോസ്റ്റലിലാണ്. അപ്പോ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. അസീസ്ക, ഒന്നും കേട്ട് വരി. പെണ്ണിന് ചെറുക്കന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങള് നിക്കാഹല്ലേ? നിക്കാഹിന് മുമ്പ് നാട്ടു നടപ്പനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്ത്രീധനക്കാരിയാണോ? അത് പച്ചയിൽ എങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ടാ, കുഴപ്പമുണ്ടായിട്ടല്ല. എന്താ പോലെ നിലപാട്? ഓന്റെ പെങ്ങളെ കല്യാണം ഉറപ്പിച്ചതും കാര്യങ്ങൾ നടത്തിയതും ഞമ്മളാ. 75 പവനും 1.5 ഉറുപ്പി. നിങ്ങളെ മോളെ ഓന് പറ്റിയ സ്ഥിതിക്ക് അത്രയൊന്നും മാണ്ടാന്ന് കൂട്ടിക്കോളി. എന്നാലും എത്ര വേണ്ടി വരും? ഒരു 50 പവനും 1.5 ഉറുപ്പി. അല്ല, നിങ്ങൾക്കൊരു കുറച്ചില് തോന്നണ്ട. ഞാൻ ആദ്യേ പറഞ്ഞല്ലേ എന്റെ അടുത്ത് ഇത്ര നോക്കൂലെന്ന്. ഒരു 10-30 പവൻ എങ്ങനെങ്കിലും ഒപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. രാത്രിയോളം പന്നി നിൽക്കൂല, കിട്ടിയ മുത്തനെ കളയണ്ട. ഞാൻ എന്താ ചെയ്യാ? എന്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ നിങ്ങൾ ഉണ്ടാവുന്ന കാലത്ത് കുട്ടിനെ കെട്ടിച്ചോളി. ഞാനീ പറഞ്ഞത് പറ്റ കുറഞ്ഞ സംഖ്യ. ഓനിതും ഇതിലപ്പുറം കിട്ടും. വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട. എന്നാ പിന്നെ ഞമ്മക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ശരി. അല്ല, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് പോയാ പോരെ? ഇതിലപ്പുറം എന്ത് തീരുമാനാ? വാടാ, അനക്ക് ഇഞ്ഞും മിച്ചോറും ബിസ്ക്കറ്റും തിന്നാനുള്ള വിധിയുണ്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരോ പരിപാടി. അസീസേ, അന്റെ മകളെ കെട്ടിച്ചു വിടണമെങ്കി ഇതിലെങ്ങനെ എന്ന് നടക്കാണ്ടേ ഗൾഫ് പോവാൻ നോക്ക്. ഇല്ലെങ്കി പെരുത്ത് സ്ത്രീധന എങ്ങനെ കണ്ടെത്തും? നമ്മുടെ മക്കൾ വളർന്നു വലുതായത് കണ്ടില്ലേ? ഈ ക്ലബും കളിയുമായി നടന്നാൽ മതിയോ? അസീസേ, കാര്യങ്ങള് ഗൗരവം അണക്കിപ്പോ മനസ്സിലായല്ലോ. ഞാനന്ന് വിസന്റെ കാര്യം പറഞ്ഞത് അന്നെ ഗൾഫ് പറഞ്ഞാച്ച് പണം വാരാല്ല അർത്ഥ്യോണ്ടാന്ന് വിചാരിച്ചോ? മക്കള് ഗൾഫ് പറഞ്ഞാച്ച് ഓലെ കണ്ണീര് നനഞ്ഞ പണം കൊണ്ട് കിബറ് കാട്ടി നടക്കണ വാപ്പാര നാടാ ഞമ്മളെ നാട്. പക്ഷേ അന്റെ വാപ്പാത്ര കണ്ണു ചൊരല്ലാത്തോനല്ല. എന്റെ കുട്ടി നിലല്ലാ കയത്തിൽ മുങ്ങിത്തായിണത് കാണുമ്പോ പണ്ട് നൂഹ് നബി മകനെ നോക്കിയുന്നത് പോലെ നോക്കി നിൽക്കാനേ എന്റെ വാപ്പാക്കാവതുള്ളൂ. 10-60 കൊല്ലം ജീവിതം കണ്ട ഞാനെന്നെ എന്റെ മോനോട് പറയണത് ഇച്ചു പോണെന്ന്.
പൈസ കജില്ലാത്തവൻ ഈ ദുനിയാവിൽ പിച്ചക്കാരനാടാ. ആരും തിരിഞ്ഞു നോക്കൂല. അന്നത്തെ വിഷയതായാലും പോയി. വേറെ ഒന്നുണ്ട്, ദുബായിക്ക് കുഞ്ഞേമതാജിന്റെ മകൻ സക്കീറിന്റെ അടുത്താ. കുഞ്ഞേമതാജി ഞാനും പണ്ട് ചാലിയാറിൽ തെരപ്പം കുത്തി നടന്നിട്ടുണ്ട്. ഓന് പടച്ചോ നസീബ് കൊടുത്തു. പണം കൊണ്ട് മാത്രമേ ഓൻ നസീബ് ഉണ്ടായുള്ളൂ. ആ സക്കീർ ഒഴിച്ച് മറ്റെല്ലാരും പേച്ചുപോയി. പഴയ ചങ്ങാതി അബ്ദുറഹ്മാന്റെ മകന് ഒരു വിഷമാണെന്ന് പറഞ്ഞ ഓന് വിഷമുണ്ടാവൂല. പക്ഷേ അന്റെ സമ്മതാണ് ആദ്യം വേണ്ടത്. എനിക്ക് വേണം ബാപ്പ, ആ വിസ എനിക്ക് വേണം. മകളുടെ കല്യാണം പോലും നടത്തി കൊടുക്കാൻ കഴിയാത്ത ഈ ബാപ്പയെ അവൾ മനസ്സുകൊണ്ടെങ്കിലും ശപിച്ചിട്ടുണ്ടാവും. ഇല്ലുപ്പ, എന്റെ ഉപ്പയെ മോൾ ഒരിക്കലും ശപിക്കൂല. പാപ്പ ഞങ്ങളെ വിട്ട് എവിടേക്കും പോണ്ട. അല്ല നേതാവേ, നിങ്ങളെ ഡൽഹി പോക്ക് എന്തായി? ഡൽഹി പോക്ക് എന്തായാലും വേറെ കാര്യമുണ്ട്. ഈ കണ്ട വികസനം ഉണ്ടല്ലോ, ഞങ്ങളെ ഭരണത്തിന്റെ എക്കാലത്തൊരു നേട്ടായിരിക്കും. ആ എത്തിയല്ലോ, ഞമ്മളെ മഹമ്മലെത്തിയല്ലോ. നിങ്ങളറിഞ്ഞോ, നമ്മളെ അസീസാക്കാന്റെ മോളെ കല്യാണം മുടങ്ങി. എന്താ കാര്യം? സ്ത്രീധനം തന്നെ. ചെറുക്കന്റെ കൂട്ടുകാർക്ക് രണ്ടടിങ്ങായി സ്ത്രീധനം ആണെന്ന്. അതിനെന്താ, ഇജും വാങ്ങിയില്ലേ 1,75,000 പവനും? പിന്നൊരു കാര്യം, എന്റെ മക്കളെല്ലാരും സ്ത്രീധനം വാങ്ങാതെയാണ് കല്യാണം കഴിച്ചു. എനിക്കതിൽ അഭിമാനമുണ്ട്. അതിന് മക്കള് മുഴുവൻ 2 തലമുറക്ക് നക്കാല കുടുംബത്തിൽ നിന്നല്ല പെണ്ണിട്ടിയെ, അല്ല പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ. ഈം പറിച്ചിലാട്ടാ തോന്നും വല്ലേ. അല്ല, നമ്മളെ മൻസൂറിനെ തീരെ കാണില്ലല്ലോ. ഓ നന്നായില്ലേ, ഓ പതിക നേരം പള്ളിക്കല. എന്നാ ഓന് കല്യാണാലോചന നടക്കണ്ടാവും. ഒരുത്തനെ നന്നാവാനും സമ്മതിക്കൂലാച്ചാല്. അതിപ്പോ നമ്മള് കേറ്റൂലേ. ഓക്കെ, ഒരു 10 റുപ്യ ഈസി ആയിട്ടിക്ക. ഉപ്പ വേണ്ടോ, ഈസി മതി. 10 റുപ്യ മതിട്ടോ. ഒരു 50 റുപ്യ ആയിക്കോട്ടെ. അത് ഇച്ചല്ല, കെട്ടിയോക്ക. ഓക്ക് നാട്ടിർത്താരം പറയാ, അതൊരു പോരെ. ഫോൺ ഏതാ? അതെനിക്കറിയില്ലടാ, ബടായി ഫോണേ. അതല്ല, സിം ഏതാ? ഇത് ഭയ നോക്കിയടാ. പിന്നെ ഈ ചാർജ് കൊടുക്കണ പരിപാടി എങ്ങനെയാടാ? ഫോണേ വിളിക്കാതിരുന്നാ മതി. തന്നെ വിളിക്കാതാ മതി. അനക്ക് എന്തിന്റെ കേടാ? ഇച്ചോ? അല്ല, ഈ ഇരിക്കുന്നോന്. എന്താ പെങ്ങളീ പറയണേ? പെണ്ണ് കെട്ടിക്കേണ്ട സമയത്ത് ബാപ്പാര് ചെയ്തു കൊടുത്തില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെ അടുത്തുനിന്ന് ഈസി ചാർജ് ചെയ്തതാ എന്റെ തെറ്റ്. എത്ര ദിവസമായിട്ടാ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്? ആങ്ങളേനോട് പറയണ്ടെന്ന് കരുതിട്ടാ. പിന്നെ നീ പുറത്തിറങ്ങി നടക്കൂല, മനസ്സിലാക്കിക്കോ. ഇനി എങ്ങാനും വിളിക്ക്, കാട്ടിത്തരാം. ഈ മാരത്തെ ആണുങ്ങളെടുത്തുനിന്ന് ഇനി പെണ്ണുങ്ങൾ ഈസി ചാർജ് ചെയ്യരുത്. ഇച്ച് ഈസി വേണ്ട പോരെ, കൂപ്പ മതിട്ടോ. എന്നാലേ 50 കൂപ്പണുള്ളൂ. മതി, ഇജായിട്ട് കാട്ടിയ. നമ്പർ എഴുതിയെടുത്തട്ടോ. കൂപ്പ നമ്പർ എഴുതിക്കട്ടോ. 24 35 99 11 56 73 71 05. ഒക്കെ എഴുതിയെടുത്തില്ലപ്പോ ചാർജ് ചെയ്താട്ടാ. ഇവിടെ ഇരുന്ന ഏതായാലും മുതലായി. ഈ പുഴയോരം മറക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടുത്തെ മണൽത്തരികൾക്ക് എത്ര കഥ പറയാനുണ്ടാവും. മണലാരണ്യത്തിലാണ് ഇന്ന് എൻ്റെ ജീവിതം. ഈ സുഖവും സമാധാനമൊന്നും അവിടെ ഇല്ലല്ലോ. നിനക്ക് ലീവ് എത്ര ഉണ്ട്? തീരാറായി. ഇനി ഒരാഴ്ച കൂടി.
നീ എന്നെ അന്വേഷിക്കാറില്ലെങ്കിലും നിന്റെ ഉപ്പയിൽ നിന്ന് ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. തമ്മിൽ കാണാതിരിക്കാൻ മാത്രം നമ്മൾ എവിടെ വെച്ചാടാ വഴിപിരിഞ്ഞത്? ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു. നിന്റെ ഭാര്യയ്ക്ക് എന്നെ പിടികിട്ടിയില്ല. നീ എവിടെയാണെന്ന് പറയാനൊക്കെ ഒരുതരം പേടി. കാലം അങ്ങനെ ആയിപ്പോയി. മോളുടെ വിവാഹം മുടങ്ങിയത് മറ്റേ ഞാൻ അറിഞ്ഞു. നിന്റെ സാഹചര്യത്തിൽ ഞാനായിരുന്നെങ്കിലും സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നില്ല. ഇക്കാക്കമാർ ബാപ്പയുടെ പണം കൊണ്ട് ധൂർത്തടിച്ചപ്പോൾ ഞാൻ മാറി ചിന്തിച്ചു. അതിനെനിക്ക് വഴികാട്ടിയായത് എൻ്റെ ഭാര്യയാണ്. പണവും പത്രാസമൊന്നുമില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവപ്പെട്ട ബീഡി തൊഴിലാളിയുടെ മകൾ എൻ്റെ ഭാര്യ. ഇക്കാക്കമാരെ പോലെ വലിയ വലിയ വീടുകളിൽ നിന്ന് പ്രപ്പോസൽ വന്നപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് ക്യാൻസർ ബാധിച്ച് ഉമ്മ മരണപ്പെട്ട് ഏതോ ഒരു അനാഥാലയത്തിൽ തളച്ചിടപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണ്. ഉപ്പയ്ക്ക് ആ ബന്ധത്തോട് ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. എല്ലാവരും അവരുടെ സുഖം തേടിപ്പോയപ്പോൾ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും നോക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലപ്പുറം എന്താണ് ഒരു മനുഷ്യജന്മം ആവശ്യപ്പെടുന്നത്? ആ അതുപോട്ടെ, ഈ പറഞ്ഞതെല്ലാം നിനക്കുണ്ടല്ലോ. പണം മാത്രമാണ് കുറവ്. അത് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്. നീ വാ. എന്റെ കയ്യിൽ പിസക്കുള്ള പൈസ ഇല്ല. മകളെ കല്യാണത്തിന് വീട് പണയപ്പെടുത്താന്നാ വിചാരിച്ചത്. അപ്പൊ ഇത്രയും കാലം നീ എന്തെടുക്കുകയായിരുന്നു? എനിക്കറിയാവിടാ, ജീവിത കണക്കുകൾ ആരെയും ബോധ്യപ്പെടുത്താനാവില്ല. നിനക്ക് വേണ്ടി ഞാനൊരു വിസ റെഡിയാക്കുന്നുണ്ട്. നീ എൻ്റെ കൂടെ പോരാൻ തയ്യാറാണോ? എടാ, നീ നിനക്ക് ഓർമ്മയില്ലേടാ നമ്മുടെ ആ കുട്ടിക്കാലം? സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ നമ്മൾ തമ്മിൽ തല്ലാവും. ഞാൻ തോൽക്കും. പിന്നീട് മനസ്സിലായി, ഉച്ചയ്ക്ക് ശേഷം തല്ലിയാൽ നിന്നെ ഈസിയായി തോൽപ്പിക്കാൻ പറ്റുമെന്ന്. നിനക്കെന്നും ഉച്ചയ്ക്ക് പട്ടിണിയായിരുന്നല്ലോ. നിന്നെ തല്ലാൻ ഓടി വരുമ്പോൾ നീയുണ്ടാവും ക്ലാസ് റൂമിൽ അരവേറെ മുറുക്കി ക്ഷീണിച്ചിരിക്കുന്നു. നിന്നെ തല്ലുമ്പോ നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, ഒന്നും ചെയ്യാനാവാതെ. ഇപ്പോ നീ എന്റെ രക്ഷകനായി വന്നിരിക്കുന്നു. ഇത്ര പെട്ടെന്നാവുമെന്ന് കരുതിയില്ല. ഒരു മാസെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. നിങ്ങളെയൊക്കെ വിട്ട് ഇതുവരെ ഞാൻ എവിടെയും ഒറ്റയ്ക്ക് നിന്നിട്ടില്ല. ഇതിപ്പോ വിചാരിക്കുമ്പോ തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലമാണല്ലോ എന്ന് ഓർക്കുമ്പോ നെഞ്ചു പൊട്ടുക. ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. എന്നാലും നിങ്ങളൊക്കെ വിട്ട് ഞാൻ... അസീസേ, എന്നാ പാസ്പോർട്ടും ടിക്കറ്റും ഇതും കൂടിയാണ് വെച്ചളാ. സൂക്ഷിക്കണം കേട്ടോ മോനെ. മോളെ കരയണ്ട. ഉപ്പ നമ്മളെ പിരിഞ്ഞു പോകുന്നല്ല, എന്റെ കുട്ടികളെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ പോണത്. കരയണ്ട മോളെ. ഇജെന്നെങ്ങനെ കുട്ടികളെന്താ ചിജ? അസീസേ, നേരം കളയണ്ട, പോവാൻ നോക്ക്. എത്തിയ ഉടനെ ഫോൺ ചെയ്യണം. പോട്ടെ മക്കളെ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ, ഇത് ഞാനാണ്. ഇക്ക ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുള്ളൂ. സുഖല്ലേ? മക്കളൊക്കെ പോയോ? അവരെല്ലാം നേരത്തെ പോയി. എന്താ അവിടുത്തെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? പിന്നെ വീടിന്റെ ജനലിലും വാതിലുള്ള മരങ്ങളൊക്കെ വാങ്ങിയില്ലേ? ഓ, നല്ല ഫോറസ്റ്റ് തേക്ക് തന്നെ വാങ്ങി. പൈസ വിചാരിച്ചതിനേക്കാൾ അധികമായി.
ഉപ്പയെപ്പോലെ ഒരാള് എല്ലാം നോക്കാനുള്ളത് കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ നാളെ ഇവിടുന്ന് എന്റെ സുഹൃത്ത് അവിടെ വരും. കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. എന്തിനൊക്കെ അതൊക്കെ? എന്നാ പിന്നെ നാളെ രാത്രി വിളിക്കാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വിശന്ന് പൊരിഞ്ഞു വലഞ്ഞു കഴിഞ്ഞ ചങ്ങ. അല്ല എന്തിനാടെ ഇല മറിച്ചിട്ട് കേക്കണേ? എടവാണ്ട കാക്കച്ചി തൂറല് അതിന്റെ പുറംഭാഗത്തല്ലേ, അപ്പൊ നമ്മൾ ഈ പുറംഭാഗത്ത് നിന്ന് എങ്ങനെ ചോർന്നുക? അതോടെ ഇല മറിച്ചിട്ട് ഒന്നില്ലാത്തൊരു കൈത. വഡ്ഡി ദിറ വഡ്ഡി വഡ്ഡി ദിറ വഡ്ഡി. സാർ, ഞാനിവിടെ ശുദ്ധമായ മർമാണി തൈലമാണ് സാർ വെക്കാൻ പോകുന്നത്. നിങ്ങളുടെ ദേഹത്തുണ്ടാകുന്ന തട്ട് മുട്ട് പൊട്ട്, കാലിക്കുണ്ടാകുന്ന വേദന, ഉളുക്ക് ചതവ്, കൈമുട്ട് വേദന, നെഞ്ച് വേദന, തലവേദന തുടങ്ങിയ എല്ലാ വേദനകൾക്കും ഉത്തമം. പ്രായമായുള്ളവർക്ക് ഈ തൈലം അത്യുത്തമം. നല്ല വേദനയുണ്ടെങ്കിൽ ഈ തൈലം കുറച്ചു പുരട്ടുക. എവിടെയാ വേദന അമ്മച്ചിക്ക്? കണിപ്പിലൊക്കെ വേദന, കൈമുട്ടിലൊക്കെ വേദന ഉണ്ടോ? ഇവിടെയൊക്കെ വേദന ഉണ്ട്. അമ്മച്ചി കൈ ഒന്ന് നീട്ട്. അമ്മച്ചിക്ക് കൈമുട്ടിനുണ്ടാകുന്ന വേദന കാട്ടുമയിലിന്റെ നെഞ്ചിൽ 18 പച്ചമരുന്നുകൾ അരച്ചു ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ കൊണ്ട് ആറ്റിക്കുറുക്കിയെടുത്ത തൈലം കൊണ്ട് ഭേദമാകും. അമ്മച്ചിന്റെ എല്ലാ സൂക്കേടും പെട്ടെന്ന് പമ്പ കടന്നു പോകും. സൗജന്യമാണ് സാർ, സൗജന്യമാണ്. സൗജന്യ ഇതാ കാലത് വെച്ചെടുത്താലോ? അങ്ങ് ഘോരവനത്ത് കുള്ളാലിപ്പോയി പച്ച മയിലിനെ പിടിച്ച് കാട്ടം കളഞ്ഞ് തൊപ്പ കളഞ്ഞ് നെഞ്ചെടുത്ത് 18 പച്ചമരുന്നുകൾ കൂട്ടി അരച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ആറ്റിക്കുറുക്കിയെടുത്ത സാട്ടുപൂട്ട് മർമാണി തൈലമാണ് സാർ ഞാൻ ഇവിടെ വിൽക്കാൻ പോകുന്നത്. ഉളുക്ക് ചതവ്, കൈമുട്ട് വേദന, നെഞ്ച് വേദന, തലവേദന തുടങ്ങിയ എല്ലാ വേദനകൾക്കും ഉത്തമം. വരൂ സാർ, വാങ്ങ സാർ. സൗജന്യമാണ് സാർ, സൗജന്യമാണ്, സൗജന്യമാണ് സാർ, സൗജന്യമാണ് സാർ, സൗജന്യം. എവിടെ വേദന സാർ? നല്ല ഉരുക്ക് പോലത്തെ കാലാണല്ലോ സാറേ. വേദന ഇപ്പം പമ്പ കിടക്കും. നമ്മുടെ ശരീരത്തിലുള്ള 148 നാഡിഞരമ്പുകളെ ഒന്നിപ്പിക്കുന്നതാണ് ഈ സാട്ടുപൂട്ട് മർമാണി തൈലം. വാങ്ങ സാർ, വാങ്ങ സാർ. ഓടി ഓടിപ്പോടി ഓടിപ്പോടി ഓടിപ്പോടി. ഇങ്ങനെയാണെങ്കിൽ സൗജന്യം പാടില്ലേരി. ഇപ്പൊ നടക്കാൻ പറ്റാതായാലും പഠിച്ചാലേ ഒരു കുഴപ്പമില്ലാത്ത കാര്യം ഇത്. ഓൻ ആളെയും കൂട്ടി വരുന്നതിന് മുമ്പേ വേഗം സ്ഥലം വിടട്ടെ. ഈ പോത്തൊക്കെ എപ്പോഴാ വിവരം വെക്കാന്നറിയില്ലേ? ഞാൻ എപ്പോഴെ ചെന്നാലും ഇതാണല്ലോ ഗതി. മരുന്നിന്റെ കൂട്ടട്ടം മാറുന്നുണ്ടോ? ആരാണാവോ? ആരാ? അസീസ്ഖാന്റെ വീടല്ലേ? അതെ. ഞാൻ അസീസ്ഖാന്റെ അടുത്തുനിന്നാ. ഓ, പറഞ്ഞിരുന്നു. അകത്തേക്കിരിക്കാം. ഇരിക്കും. അസീസ്ക്ക് എപ്പോഴും പറയും ഈ വീടിനെ കുറിച്ചും ഈ നാടിനെ കുറിച്ചൊക്കെ. ഈ വീട് കാണാൻ കൊതിയായിരുന്നു. മക്കളൊക്കെ എവിടെ? പഠിക്കാൻ പോയതാ. കുട്ടിയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളും കത്തും എന്റെ കൈ തന്നു വിട്ടിട്ടുണ്ട്. അവിടുത്തെ തിരക്ക് കാരണം ഇത്രേ സാധിച്ചുള്ളൂ. ഞാൻ പോയി ചായ എടുക്കാം. ആയിക്കോട്ടെ.
സക്കീനാത്താന്ന് പറഞ്ഞപ്പോ ഇത്ര ചെറുപ്പാന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അസീസ്ക എത്ര ഭാഗ്യവാനാ. ഇറങ്ങടാ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. പ്രിയപ്പെട്ട സക്കീന, അള്ളാഹുവിന് 1000 സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നീ വിചാരിക്കുന്നുണ്ടാവും ഫോണും ഇന്റർനെറ്റും എല്ലാം ഉള്ള കാലത്ത് ആരെങ്കിലും കത്തെഴുതുമെന്ന്. എഴുത്തുകൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോഴുള്ള സുഖവും സന്തോഷവും മറ്റൊന്നിനും കിട്ടില്ല. എന്റെ കരളിന്റെ കരളായ നിന്നെയും മക്കളെയും പറിച്ചെറിഞ്ഞാണ് ഞാനന്ന് ഗൾഫിലേക്ക് പോന്നത്. തുടർന്നുള്ള കുറേ ദിവസങ്ങൾ കൽബിനുള്ളിൽ നീറ്റലായിരുന്നു. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാതെ കണ്ണീരിൽ കുതിർന്നിരുന്നു എന്റെ തലയിണകൾ. പരസ്പരം വേർപിരിയുന്ന, മരിക്കാതെ മരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വേദനകൾ ഈശലുകളാക്കിയ എസ് എ ജമീലിനോളം ഭാവനകളോ പദസമ്പത്തോ എനിക്കില്ലാതെ പോയി. ദൈവകൃപ കൊണ്ടോ നിന്റെയും മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടെന്നറിയില്ല, മോശമല്ലാത്ത ശമ്പളമുള്ള ജോലി എന്നെ കാത്തിരുന്നു. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് സമ്പാദിക്കാൻ എനിക്കായി. എന്റെ പ്രിയ സുഹൃത്ത് സക്കീറിനോട് നമ്മുടെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് വീടായി, മക്കളെ പറഞ്ഞയക്കാനുള്ള പണമായി. ഇനി ഗൾഫിൽ പോരുന്നതിന്റെ കുറച്ചുനാൾ മുമ്പ് നാം സ്വപ്നം കണ്ട ജീവിതം ജീവിച്ചു തീർക്കണം. നിനക്ക് പറയാനുള്ളത് നീ ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തരണം. കൂടുതലൊന്നും എഴുതുന്നില്ല, നിർത്തട്ടെ. അസ്സലാമലൈക്കും. ടേപ്പ് ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. മുഹബത്തിൻ കമറായൻ മെഹബൂബരറിയുവാൻ മുഖം നാട്ടി മണത്ത ഞാൻ കുറിക്കും കത്ത് കൽബിൻ മുശക്കത്തൊന്നറിയുവാൻ
എന്താടി? ആരാ ബെല്ലടിക്കണേ? കൊറേ നേരായി ബെല്ലടിക്കണ്. ബെല്ലടിക്ക്. ആരാണാവോ ഈ നേരത്ത്? ആരാ അവിടെ? ആരുമ്മ? കാണുന്നില്ല. ആരാണാവോ? ഹായ് ഉപ്പ. പഠിച്ചോനെ, എന്താ ഈ നേരത്ത്? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കോളിംഗ് ബെൽ അടിച്ച വാതില് തുറക്കണ്ടേ? ഇങ്ങനെ ചത്ത് കിടന്നുറങ്ങിയ കള്ളന്മാർ വല്ലതും കയറി അറിയോ? ആ, ഇത്ര കാലം കേറിയിട്ടില്ലല്ലോ. വന്ന കോലത്തിൽ നിൽക്കാതെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കോളി. നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുടിക്കണം. കഴിക്കാൻ വല്ലതും ഉണ്ടോ അടുക്കളയിൽ? ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്താ ഉണ്ടാക്കണ്ടേ? കഞ്ഞി മതി. പിന്നെ തേങ്ങാ ചമ്മന്തിയും. കഞ്ഞി കുടിക്കാനാ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, നിന്റെ പഠിപ്പൊക്കെ എവിടം വരെ ആയി? എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ല. വർത്താനൊക്കെ പിന്നെ പറയാ. നീ പോയി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലേ. എന്താടി ഇവിടെ ഇരിക്കടി. ഈ മറന്നെ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. പുതിയ മാലൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ കൊടുക്കണോ? എല്ലാത്തിലുണ്ട്. നീ പറഞ്ഞ എല്ലാ സാധനവും ഇതിലുണ്ട് കേട്ടോ. ഈ കഞ്ഞിയുടെയും ചമ്മന്തിയുടെയും സ്വാദ് ഒരു കോണ്ടിനെന്റൽ ഫുഡിനും കിട്ടൂല. വല്ലാതെ തടി കൂടിയിട്ടുണ്ട്. യാതൊരു ശ്രദ്ധയില്ലാതെ വാരി വലിച്ച് തിന്നു കാണും. ചിക്കനും മട്ടനും അല്ലാതെ അവിടെ വേറൊന്നും ഉണ്ടാവില്ലല്ലോ. ആര് പറഞ്ഞു? എത്ര ചിക്കനും മട്ടനും ബിരിയാണിയും കഴിച്ചാലും അതിലപ്പുറം പച്ചക്കറിയും കഴിക്കും അറബികള്, പച്ചയായിട്ട് വേവിക്കാതെ. ഇതുപോലുള്ള എത്ര രാവുകളാണ് എനിക്കും നിനക്കും നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോഴെങ്കിലും കാണാനൊത്തില്ല. ഇത് തന്നെ ധാരാളം. ആ സൂചി തിരിയുന്ന ഓരോ നിമിഷങ്ങളും എനിക്കിതുവരെ മണിക്കൂറുകളായിരുന്നു. നേരം പുലർന്നാൽ സന്ധ്യയാകാത്തതുപോലെ, രാത്രിയായാൽ പുലരാത്ത പോലെ. എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണല്ലോ എന്ന ചിന്ത മാത്രമാണ് അല്പാശ്വാസം നൽകിയത്. എന്തേ പെട്ടെന്നിങ്ങ് പോന്നത്? ലീവ് ചോദിച്ചിട്ട് അറബി തന്നില്ല. ഒടുവിൽ വഴക്കിട്ടാണ് പോരേണ്ടി വന്നത്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെയും കുട്ടികളെയും ഒരു നോക്ക് കാണാൻ. അത്രത്തോളം സ്നേഹമുണ്ടോ ഞങ്ങളോട്? എന്നോടോ കുട്ടികളോടോ ആരോടാണ് കൂടുതൽ? ഞാൻ എന്താ പറയാ, നീ ഉണ്ടായിട്ടല്ലേടി നമുക്ക് മക്കളുണ്ടായത്. നീ കൊടുത്തയച്ച കാസറ്റ് ഞാൻ പല ആവർത്തി കേട്ടു. അന്നെനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ലീവ് കിട്ടുന്നതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഊണിലും ഉറക്കത്തിലും നിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടി. ഓ, അപ്പൊ അതാ കാര്യം. പിറ്റേന്ന് പുറത്തിറങ്ങിയാൽ അറബി പെണ്ണുങ്ങളെ കാണുമ്പോൾ ഏതൊരാളും കെട്ടുകളെ മറക്കുമെന്നാ പറയുന്നത്. ആയിരിക്കാം, പക്ഷേ എനിക്കതിനാവില്ല. ആർക്കറിയാം? നേരെ എത്രയെന്ന വിചാരം. ഇനി കിടന്നുറങ്ങാം. കിടന്നുറങ്ങേ, കേൾക്കാനും പറയാനും എന്തൊക്കെ ഉണ്ട്. ഓനെ പോയി ആദ്യം കാണുക. അസീസേ, അസീസേ, ഒന്ന് അവിടെ നിന്നാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് പിന്നെ? സുഖം തന്നെ. അസീസിന് ലീവ് എത്രയുണ്ട്? ഇനി മുഴുവൻ കാലം ലീവാ. ഗൾഫുകാരൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൽ നിന്ന് 2 മാസത്തെ ലീവ് എടുത്താണ് വരുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം. ഞങ്ങളൊരു പിരിവിനും വേണ്ടി നിന്റെ വീട്ടിലേക്ക് വരാൻ നിന്നാ. ഏതായാലും ഇവിടുന്ന് കണ്ടു നന്നായി. പ്രസിഡന്റ്, മാണ്ട മാരിങ്ങോട്ട് പറഞ്ഞു കൊടുക്കിങ്ങള്. നമ്മളെ പള്ളിക്ക് വേണ്ടിട്ടാണ്. എന്താ പള്ളി പുതിയതുണ്ടാക്കണ്ടോ? അതല്ലാന്ന്, ഇങ്ങള് നമ്മളെ എതിർപ്പാട്ടിന്റെ പള്ളി കണ്ടില്ലേ? അതിന്റെ മുഴുവൻ മുന്തിയ മാർബിളാ. അതുകൊണ്ട് ഞമ്മളെ പള്ളിയിലെ മൊസൈക്ക് മുഴുവൻ പൊളിച്ചു മാറ്റി
അവിടെ മുന്തിയ മാർബിള് പതിക്കണം എന്നാണ് നമ്മളെ പള്ളി കമ്മിറ്റിന്റെ തീരുമാനം. നമ്മളായിട്ട് അങ്ങോട്ട് കുറച്ച് കൊടുക്കാൻ പറ്റൂലോ. അതിന് കുറച്ച് പൈസന്റെ ചെലവുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയൊരു സംഖ്യ മാത്രല്ലേ ചോദിക്കണുള്ളൂ. ബുക്ക് കൊണ്ട ബുക്ക് ഇതാ ബുക്ക്. ഇങ്ങളെന്നെ അങ്ങോട്ട് എഴുതിയാ മതി. നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു 10,000 ഉറുപ്പ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 10,000? ആ അല്ല പിന്നെ ഈ ഒന്നുമില്ലൊരു ഗൾഫുകാരനല്ല സിയെ. മറ്റുള്ളവരെന്ന് കണക്ക് നോക്കുമ്പോഴേ അനക്കിഞ്ഞതൊരു കുറച്ചിലാണ്ട എന്തേ മുസാക്ക. തൽക്കാലം നിങ്ങളൊരു 500 ഉറുപ്പ്യ എഴുതിക്കോളി. 500 ഉറുപ്പ്യേ? നിങ്ങളെ പോലത്തെ ഒരു 500 ഉറുപ്പ്യ എഴുതിയാ പള്ളിപ്പണി ഒന്നും ആവൂല. ഗൾഫുകാർക്ക് അവിടെ കായ്ക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട്? കാരൊക്കെ പറിക്കണ മാതിരിയല്ലേ പണു അവിടെ പറിക്കണത്. പടച്ചോന്റെ ഭവനത്തിന് എന്തിനാ പത്രാസ്? മാർബിളിന് വേണ്ടി മുടക്കണ ആ പണം കൊണ്ട് ഈ നാട്ടിൽ എത്ര പാവങ്ങൾക്ക് വീട് വെക്കാം, എത്ര പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാം, എത്ര പെൺകുട്ടികളുടെ നിക്കാഹ് നടത്താം. ഇത്തരം കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാ പണ്ഡിത സഭ ചർച്ച ചെയ്യാത്തത്? ഓ, അതുകൊണ്ടൊന്നും സംഘടന വളരില്ലല്ലോ അല്ലേ? പിന്നെ ഗൾഫിൽ കാരക്ക പറിക്കുന്നത് പോലാണ് ഗൾഫുകാരൻ പണം വാരുന്നു നിങ്ങൾ പറഞ്ഞില്ലേ? ഭൂരിഭാഗം ഗൾഫുകാരനും അന്നന്നത്തെ ജീവിതത്തിന് പാടുപെടുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമോ? കാണുന്ന പിരിവാർക്കൊക്കെ പുഞ്ചിരിയോടെ ഗൾഫുകാരൻ പണം കൊടുക്കുന്നതേ ഇഷ്ടമുണ്ടായിട്ടല്ല, നിങ്ങളുടെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന രക്ഷപ്പെടാൻ വേണ്ടിയാ. ഗൾഫ് പോയി തിരിച്ചു വരുന്നവരെ കൽബില് കുറച്ചു കാലമായിട്ട് ഇബിലീസ് വല്ലാതെ കളിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരെ എങ്ങനാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓന്റെ ഒരു 500 രൂപ വേരീന്ന് ഇങ്ങട്ട്. അല്ലെങ്കിൽ ഓനൊരു പല്ല് കൂടുതലാണ്. ഞാൻ വിചാരിച്ച പൈസ ഇഷ്ടം പോലെ കിട്ടൂന്ന്. പിന്നെ അസീസിനെ ഞമ്മക്ക് വെറുതെ വിടാൻ പറ്റൂല. ഓ പറഞ്ഞൊരു കാര്യണ്ട് മൂസാക്ക. എന്താ? ഇപ്പൊ നമ്മളെ പള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഈ അനാവശ്യ പിരിവിന് ഞാനില്ല. എന്നാലേ ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. എടോ ജബ്ബാറെ, ഇങ്ങോട്ട് വാ. നിനക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇങ്ങോട്ട് വാന്ന്. എന്നാലേ ഞാനും പോവാ. എന്താടോ? പടച്ചോനോട് സമാധാനം പറയാനേ എനിക്ക് വയ്യാഞ്ഞിട്ടാ. ഗഫൂറെ, ഓര് പോയി പണി നോക്കട്ടെ മുസ്തഫ. ഞമ്മക്ക് പോവാ. വരി. രഹന ഒന്ന് നിക്ക്, ഞാനുണ്ട്. ആ നീയോ? സുനിത നേരത്തെ പോയോ? കണ്ടില്ല. നേരത്തെ പോയിണ്ടാവും, എക്സാം അല്ലേ. എക്സാം എളുപ്പമുണ്ടായാ മതിയായിരുന്നു. എക്സാം തുടങ്ങാൻ 10 മിനിറ്റ് ഉള്ളൂ, വേഗം പോവാ. എന്റെ ആൾ ടിക്കറ്റിലെ ഫോട്ടോ വളരെ ബോറായി. എന്റെ ആൾ ടിക്കറ്റ് ഒന്ന് നോക്കട്ടെ. അല്ല, ഹോൾ ടിക്കറ്റ് കാണുന്നില്ല. ഞാൻ വീട്ടിൽ വെച്ച് മറന്നു. ഈ ബാഗ് ഒന്ന് പിടിച്ചാ ഞാൻ പോയി എടുത്തിട്ട് വരാം. എവിടേക്കാ പോണ്ടേ? എനിക്ക് എക്സാമാ, ഒന്ന് വേഗം സ്കൂളിൽ എത്തിച്ചു തരുമോ? വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. അല്ല, എങ്ങോട്ടെങ്ങനെ പോണേ? ഇതല്ല വഴി. എന്നെ ഉപദ്രവിക്കരുത്. എന്നെ ഇവിടെ ഇറക്കി വിട്ടാ മതി. ഇറങ്ങിക്കോ. അടിക്കാ അല്ല മീണ്ട് ഇവിടെ ഇരീനാണ് ആ മലക്കാൻ പറയുന്നത്. ഇവിടെ നല്ല മീണ്ട്,
കണ്ടജി ബിരാലും ആരിലൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ ഇന്നൊരു കോളൊത്തിക്കണ്. ഇരുമീനൊക്കെ ഓട് 1 2 ഇവിടെ നല്ല വീട് കേട്ടോ. ഇരുമീനാണ് പോയത്, നല്ല രസമുള്ള വീനേക്കാരായി. എനക്കിഞ്ഞു വല്ല ആയുസല്ല മീനേ. ഒച്ചുണ്ടാക്കി അയറ്റകളെ പായിപ്പിച്ചോണ്ടു. വലിയ മീൻ പോയാലത്താ എനിക്ക് പെരലല്ലേ ഇഷ്ടം. ഇച്ച വരലുണ്ട് ഇഷ്ടം. അളിയാ പെരലിനെ മനസ്സന്മാരാരെയും തിന്നു. ഇപ്പൊ ഞാൻ തുപ്പിയ തുപ്പലും കഫൊക്കെ അതിന്റെ തൊള്ളിയിലുണ്ടാവും. അതാരെയും നന്നാക്കലുണ്ടോ? തല പോലും മുറിച്ചു ഒഴിവാക്കാതെയല്ലേ മനസ്സന്മാരതിനെ തിന്നണ്. അത് ശരിയാണല്ലോ. ഔ അല്ലേന്റെ ഒരു ബുദ്ധി. എന്റെ പറച്ചിലാട്ടാ തോന്നുന്നു ഞാൻ എപ്പോഴെങ്കിലും ശരി അറിയലുള്ളൂ. എന്നാ നമുക്ക് തോട്ട പൊട്ടിച്ചല്ലേ. തിരക്കൂട്ടല്ലേ, ഒരു മിനിറ്റ് ഞാൻ കുടിയേക്കൊന്ന് വിളിച്ചോട്ടെ. ഹലോ, ആ നബീസ, ഇന്ന് ഇനി മീൻകാരോടൊന്നും മീൻ വാങ്ങണ്ട. ഞാൻ നല്ല പൊയമീൻ കൊണ്ടുവരാം. ഇരീനും ബില്ലും ബിലാലൊക്കെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവേ. ആ അപ്പളേ ഇജൊരു കാര്യം ചെയ്തു, എളുപ്പത്തിൽ കുറച്ച് മല്ലിമുളക് അരച്ചു. ഉപ്പ് പാകത്തിന് മതി, കാട്ടം കളഞ്ഞ് പൊരിച്ചാൽ മതി കേട്ടോ. എന്നാ ശരി, വെക്കട്ടെ. വീരാക്ക് തീറ്റ കൊടുക്കാൻ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് തേങ്ങയും പഞ്ചാരൊക്കെ ഇട്ട് നെയ്യിലിട്ട് മൂപ്പിച്ച് കൊണ്ടു നിൽക്കണ്. എടുക്കട്ടെ. എന്നെ അങ്ങനെയാണെങ്കിൽ ചാകാൻ പോണ മീനൊക്കെ കൊടുക്കണം. ഞമ്മക്കവിടെ തിന്നാ പോയി കാട്ടിയാച്ചി. ഇച്ചിപ്പോ അതല്ല, ബിരാലിനൊന്നും മുറിച്ചാൻ പറ്റിയ കത്തി പേരിയില്ല. സാരല്ല, നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങാം. പയ മുറിച്ചാന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഒരുക്കും കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ കത്തിക്കല്ലേ. ഇങ്ങളൊക്കെ നമ്മൾ കാണിച്ചാൽ വീരാളെ അങ്ങോട്ട് ഇട്ടോളിട്ടാളിയാ. അന്റെ കമ്പിള് കാണിച്ചരടി. അല്ലല്ലേ എങ്ങളിട്ടോളി. ഞാൻ ശരിയല്ല ഇട്ടാ മതി അളിയാ. ഇട്ടല്ലേ അല്ല എങ്ങളിട്ടാലേ ശരിയാവുള്ളൂ അളിയാ. ബസ്സിന്റെ പൈസ നിങ്ങളെല്ലാം എടുത്തല്ല, അതോട് നിങ്ങൾ ഇട്ടാളിയാ. ഇങ്ങളിട്ടാലേ കുട്ടികള് കുടിച്ചളിയാ. അത് അളിയാ, അളിയോ അളിയാ, ആവിയായി പോയല്ല അടിച്ചോനെ. വരാൻ കുറച്ചും കൂടി താമസമുണ്ട്. ഇതൊരു കാര്യം ചേച്ചി, കുറച്ച് തേങ്ങ കൂടി അരച്ച മുളക് കിട്ടി തേങ്ങാ ചമ്മന്തി ആക്കിക്കളാം. ഇപ്പൊ മീനേക്കാളും ചാതി ചമ്മന്തിക്ക. വേറൊന്നുമില്ലല്ലോ, വെക്കട്ടെ. നമ്മളെ റസാഖന്റെ കാര്യ കഷ്ടം. സുഖല്ലാണ്ട് കിടക്കുക, കുടുംബക്കാരും തിരിഞ്ഞു നോക്കണില്ല. നമ്മുടെ നാട് ആകെ മാറിപ്പോയി. നാട് മാത്രല്ല, നാട്ടുകാരും എല്ലാരും ഒരുപാട് മാറിപ്പോയി. പഴയ കാലത്തുള്ള സ്നേഹവും മനുഷ്യർ തമ്മിലുള്ള അടുപ്പമൊക്കെ ഈ കാലത്തില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. പണ്ടൊക്കെ നാട്ടിൽ കല്യാണത്തിന് പന്തലിടലും തോരണം കെട്ടലും നമ്മളൊക്കെ തന്നെയല്ലേ. ഇപ്പൊ ചോറുന്നാ മാത്രമുള്ള ഒരു ബന്ധം. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. മുനീറെ, നീ ആകെ മാറിപ്പോയല്ലോ. മാറാതിരിക്കാൻ പറ്റുമോ? ദുനിയാവില് മാത്രം ജയിച്ചാ പോരല്ലോ ഞമ്മള്, പരലോകത്തും വേണ്ടേ ജയം. ജമാലെ, നീ എന്റെ കൂടെ ചേര്. അടുത്ത വെള്ളിയാഴ്ച കോട്ടക്കൽ പള്ളിയിലൊരു ജമാഅത്തുണ്ട്. നമുക്കൊക്കെ മരിച്ചു പോണ്ടടാ. എന്റെ കൂടെ ഞാൻ ചേർന്നാല് എന്റെ വീട്ടുകാരും നോക്കും? ജു നോക്കുവോ? അള്ളാഹുവിലെല്ലാം തവക്കുലാക്കിയാൽ ഒന്നും പേടിക്കാനില്ല. നാളെ നമ്മൾ മരിച്ചു പോയാൽ വീട്ടുകാരെന്തു ചെയ്യും? ജീവിച്ചിരിക്കുമ്പോ വീട്ടുകാർക്ക് യാതൊരു ഉപകാരമില്ലാതിരിക്കലും ഭേദം മരിച്ചു പോണതാ. അല്ല, ഈയൻ തന്നെ കളിയാക്കുക? എടാ, ഇതിൽ വന്ന ശേഷം എന്റെ ജീവിതം തന്നെ പാകം മാറി. അതെന്റെ ഈ താടി മൂടിയും കോലും കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴാ ഞാൻ ഈമാന്റെ മാധുര്യം ആസ്വദിക്കുന്നത്. അതൊന്നും പറഞ്ഞ എനക്ക് മനസ്സിലാവില്ല. ഒരു ജമാഅത്തിൽ പങ്കെടുത്താ എനിക്കത് ബോധ്യപ്പെടും. സ്വന്തം കുടുംബം നോക്കണതും ഇസ്ലാം പറഞ്ഞ കാര്യ, അതിലും ഈമാൻ ആസ്വദിക്കാം. ഈ ഒന്നുകൂടി കാര്യമായിട്ട് ആലോചിക്ക്. നിന്റെ വീട്ടിലെ ചെലവിജി നടത്തുവോ? എന്നാ ഞാൻ കൂടെ പോരാ. അള്ളാ എനിക്ക് നല്ല മനസ്സ് തരട്ടെ. അനക്കും. എന്നാ പിന്നെ അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എടാ അസീസേ, ഒന്നവിടെ നിക്കടാ.
നിങ്ങളൊക്കെ കൂടിയിട്ട് അവനെ വഷളാക്കുന്നത്. ഓനെ ഓന്റെ ബൈക്ക് വിട്ടാളി. ഓനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാടാ അങ്ങോട്ട്. അസീസേ, ഈ ഇപ്പൊ എന്താണ് ഓർത്തതെന്ന് എനിക്കറിയാം. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഓന്റെ പഴയ കാലത്തുനിന്ന് ഓനെ മാറ്റിയെടുത്ത് ബാങ്ക് കൊടുത്ത പള്ളിയിലെത്തണ ഓനെ കണ്ട് എന്റെ കണ്ണ് കുളിർന്ന്. പഴയ കാലത്ത് എന്റെ കുട്ടി ചെയ്ത തെമ്മാടിത്തരം മുഴുവനും ഞാൻ ചെയ്തതായിട്ട് കണക്കാക്കി. പടച്ചോനെ, എന്നെ ശിക്ഷിക്കണേ, എന്റെ കുട്ടീനെ രക്ഷിക്കണേ എന്ന് വരെ ഞാൻ തോർന്ന്. എന്നോ ഓന്റെ പെണ്ണിനും കുട്ടിയക്കും ഒരു പണിയും തൊഴിലും ഇല്ലാത്ത ഞാൻ ചെലവിന് കൊടുക്കേണ്ട അവസ്ഥയാ. നിങ്ങൾ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുനീറിനൊന്ന് കാണട്ടെ. നിങ്ങൾ സമാധാനപ്പെടും. ഒപ്പയില്ല മക്കളെ? ആരാ? മുനീറുണ്ടോ? ഓ ഉണ്ട്, നിസ്കരിക്കാണ്. കയറിയിരുന്നോളി, ഞാൻ വിളിക്കാം. മക്കള് പോയി കളിച്ചോളിട്ടോ. ആ വേം വാ കളിക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ നിന്നെ തെരഞ്ഞ് മാർക്കറ്റിൽ പോയിരുന്നു. നീ ഇപ്പൊ അവിടെ നിന്ന് ചെല്ലാറില്ലെന്നറിഞ്ഞു. അപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. ഒന്നാമത് എനിക്കിപ്പോ തീരെ സമയം കിട്ടാറില്ല. പല സ്ഥലങ്ങളിലും പോവാനുണ്ടാവും. ഒരാഴ്ച പുറത്തായിരുന്നു. ജമാഅത്ത് കഴിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തിയിട്ടുള്ളൂ. ഇപ്പൊ തിരക്കിലാണോ? ഇല്ല, മഗ്‌രിബിന് ശേഷം ക്ലാസ് ഉണ്ട്. എന്നാ അതുവരെ നമുക്കൊന്ന് പുറത്തിറങ്ങി നടന്നാലോ? അല്ല, ചായ അടിച്ചിട്ടിറങ്ങാം. വേണ്ട, വാ. ആ എന്നാ ശരി. ബാപ്പ എവിടെ? ബാപ്പ റേഷൻ വാങ്ങാൻ പോയതാ. ആ പഴയ കാലം തിരിച്ചു വന്നെങ്കിലും നാശിക്കുക. അതൊന്നും നടക്കില്ലല്ലോ. ഞാൻ ആ കാലം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊരു ജാഹിലിയത്തായിരുന്നു. നിന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവമായിരിക്കാം. പക്ഷേ അന്നും ഇന്നും എന്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അല്ലാഹുത്താല ഭൂമിയിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കൂല. അപ്പോ എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്നോട് തർക്കിക്കാൻ ഞാനല്ല. മുനീർ, നീ ഇപ്പോ വിഷമിപ്പിക്കുന്നത് കൂട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും നിന്റെ വീട്ടുകാരെ തന്നെയാണ്. അതവരുടെ തോന്നലാണ്. ദുനിയാവിനോട് അടുപ്പം കൂടിയാ അങ്ങനെയൊക്കെ തോന്നും. എനിക്ക് ദുനിയാവിനോട് യാതൊരു താല്പര്യവുമില്ല. ദുനിയാവിനോട് അമിതമായ സ്നേഹം പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യനെ അകറ്റുമെന്നുള്ളത് സത്യമാണ്. വലാ തൻസ നസീബക്ക ദുനിയ, ദുനിയാവിൽ നിനക്കുള്ള ഓഹരി നീ മറക്കണ്ട എന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ ഗുണം തരണമേ എന്ന് റസൂല് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഇഹലോകത്തെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ടല്ലോ. നീ ഗൾഫിൽ പോയത് വലിയ ആലിമാകാനായിരുന്നു. ആലിമൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഗൾഫിൽ വെച്ച് അതിന് ധാരാളം സമയവും കിട്ടി. എത്ര വായിച്ചു പഠിച്ചാലും അറിവിന്റെ കാര്യത്തിൽ നമ്മൾ വെറും ശിശുക്കളാണ് മുനീറെ. ഞാനും നിന്നെ പോലെ പല കിതാബുകൾ വായിക്കുകയും ആലിമ്യങ്ങളുടെ ക്ലാസുകൾ പങ്കെടുക്കുകയും ചെയ്ത ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. എന്നാൽ നീ പഠിച്ചിട്ടുള്ളത് മിഥ്യയാണ്. തന്റെ കുടുംബം നോക്കാൻ നടക്കുന്ന ഭക്തി യഥാർത്ഥ ഭക്തിയല്ലെന്നാണ് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലിന്റെ വീട്ടിൽ 3 പേര് വന്നു. റസൂല് വീട്ടിലില്ലായിരുന്നു. അവർ പ്രവാചക ഭഗ്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലിന്റെ ആരാധനാമുറകളെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കി. തങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിലൊന്നുമല്ല റസൂലിന്റെ ആരാധനാ രീതി എന്നവർക്ക് മനസ്സിലായി. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ സകലമാന തിന്മകളും പുറത്തു കൊടുക്കപ്പെട്ട അഷ്റഫുൽ ഹൽക്കായ റസൂലിനെ പോലെയല്ലല്ലോ നമ്മൾ സാധാരണ മനുഷ്യരല്ലേ എന്നു ചിന്തിച്ച അവരിൽ ഒരാൾ രാത്രി മുഴുവനും നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. രണ്ടാമത്തെയാൾ ജീവിതം മുഴുവൻ വ്രതമെടുക്കുമെന്ന് തീരുമാനിച്ചു. മൂന്നാമത്തെയാൾ ദാമ്പത്യ ജീവിതം പോലും തിരസ്കരിച്ച് ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ റസൂൽ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അവരെ പ്രോത്സാഹിപ്പിച്ചു കാണും. അല്ല, എപ്പോഴും സുസ്മേരവദനായി കാണാറുള്ള മുത്ത് റസൂലിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. ഫമൻ റഹിമാൻ സുന്നത്തി വലൈസമിന്നി, എന്റെ സുന്നത്തിനെ വെറുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അരുളിയത്. എന്നിട്ട് അദ്ദേഹം അക്കാര്യം വിവരിച്ചു. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, വീട്ടാറുമുണ്ട്, ഞാൻ വിവാഹിതനാണ്, കുടുംബം നോക്കാറുണ്ട് എന്നൊക്കെ. ഒരു മുസൽമാൻ എങ്ങനെയായിരിക്കണമെന്നതിന് റസൂലിൽ പരം മാതൃകയാവാൻ മറ്റാരുണ്ട്? ആ മഹാന്റെ കാലശേഷം
വിവരം കെട്ട ആരെങ്കിലും അതിരുവിട്ട ഭക്തിയെക്കുറിച്ച് വാറോലകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ മുസൽമാൻ ബാധ്യസ്ഥനുമല്ല. മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതെല്ലാം ബിദ്അത്തുകളാണ്, അഥവാ തള്ളപ്പെടേണ്ടവയാണ് എന്നത്രേ തിരുവചനം. നീയോ? എന്താടി അളിയന്റെ ഫോണൊക്കെ ഉണ്ടാവല്ലേ? ഓ ഉണ്ട്, ഇന്നലെ വിളിച്ചിരുന്നു. പിന്നെ ബാപ്പ വന്നുപോയി. രേനന്റെ കല്യാണമൊക്കെ അടുത്തല്ലോ. ഏതായാലും നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടറായല്ലോ. ജി നാളെ തന്നെ വീട്ടിലേക്ക് പോര്. കല്യാണം കുടിരിക്കലൊക്കെ കഴിഞ്ഞിട്ടേ അന്നെ വിടണുള്ളൂ. കല്യാണം കുടിയിരിക്കലും ഒക്കെ ഒരുമിച്ചായത് നന്നായി. ചെലവ് കുറയല്ലോ. ആ പിന്നെ അളിയൻ ഇന്ന് ഞാൻ വിളിക്കുന്നുണ്ട്. ലീവ് കിട്ടുകയാണെങ്കിൽ കല്യാണത്തിന് കൂടാലോ. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഇന്ന് ക്ലാസ്സിലൊന്നും പോയില്ലേ? സ്റ്റഡി ലീവാ. ഓന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. എന്തേ? ആൾക്കാരോട് സമാധാനം പറഞ്ഞു മടുത്തു. ബാപ്പാര് നാട്ടിലില്ലാഞ്ഞാൽ മക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവൻ എങ്ങട്ടാ പോണത്, എന്താ ചെയ്യണത് എന്നൊക്കെ നോക്കാൻ എനിക്ക് പറ്റുമോ? എല്ലാരും പറയണ എന്റെ ആങ്ങളേനോട് പറയുന്നു. ഒന്നാമത് ഓന്റെ ചങ്ങായിമാര് ശരിയല്ല. എനിക്ക് ഒറ്റ മോനല്ലേ ഉള്ളൂ. ഓനിപ്പോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഗോവയിലേക്ക് ടൂറ് പോവുകയാണ്. ഇനി വേണ്ടാത്തരങ്ങളൊക്കെ പഠിച്ചിട്ടാവും വരിക. മതത്തിലാണെങ്കിൽ തീരെ വിശ്വാസമല്ല, നിസ്കാരമല്ല, നോമ്പുമില്ല. അതങ്ങട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടുക. നരകവും സ്വർഗവും ഉള്ളതിന് തെളിവുണ്ടോന്ന് ഞാൻ എന്താ പറയാ? എടാ, നരകവും സ്വർഗവും ഉള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടിയോട് നീ 10 മാസം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വരുമെന്നും ആ ഭൂമിയിൽ പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, പുഴകളുണ്ട്, കടലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കോ? അതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ടൂറൊന്നും പോണ്ട, ആ പൈസ തിരിച്ചു വാങ്ങിക്കളാ. അത്തരം കൂട്ടുകെട്ടും വേണ്ട. ഇനി അവൻ നല്ല കുട്ടിയായിരിക്കും. എന്നാ ഞാൻ പോവാടി. ചോറ് തിന്നിട്ട് പോയാ പോരെ? അല്ല, പോണം. എന്താ അത്ര തിരക്ക്? ഇനി ദിവസങ്ങളില്ലല്ലോ, എല്ലായിടത്തും എത്തിപ്പെടണ്ടേ, അതുകൊണ്ടാ. ഞാൻ നാളെ അങ്ങോട്ട് വരാം. എന്നാ നേരത്തെ പോരെ. എന്നാ ഞാൻ പോട്ടെ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. നീ ആകെ മാറിപ്പോയല്ലോ. ഇപ്പൊ ഒരു മനുഷ്യക്കോലുണ്ട്. കുട്ടിയാളി മക്കളി നോക്കാത്തോന്റെ സ്ഥാനം മതത്തിൽ വട്ടപൂജാന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചേ. കുറെ കാലം തെറ്റിലും മുഴുകി ജീവിച്ചത് കൊണ്ട് പണ്ഡിതന്മാരുടെ വാമൊഴി നെല്ലും പതിരും നോക്കാതെ സ്വീകരിച്ചു. ചിന്തിച്ചില്ല. ഞാനിപ്പോ ജോലിക്ക് പോകാറുണ്ട്. അള്ളാഹു ഇപ്പോഴാണ് നിനക്ക് ഹിദായത്ത് തന്നത്. അവനവന്റെ പെരുമാറ്റത്തിലും തൊഴിലിലും സത്യസന്ധത കാണിക്കുക, അതാണ് യഥാർത്ഥ ഭക്തിയുടെ അടയാളം. ഏതായാലും നിന്റെ ഈ തീരുമാനം നിന്റെ കൂട്ടുകാരെ കൂടി അറിയിക്കും. കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ ഉണ്ടായിക്കോളും. എന്നാ സാരമില്ല. അതുകൊണ്ട് മതത്തെക്കുറിച്ച് നീ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചല്ലോ. ആരാധനകളും പ്രാർത്ഥനകളും കർമ്മങ്ങളും എല്ലാം ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാവുന്നത്. ശരി, അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഹലോ എടാ, മൈസൂരിലേക്ക് ട്രിപ്പില്ല, അടുത്ത ആഴ്ച ഗോവയിലേക്ക് ട്രിപ്പുണ്ട്. അവിടെ നല്ല സ്ഥലമുണ്ട്, ഹൗവ ബീച്ച്. അനക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട്. ഞാൻ ഏറ്റടാ. ഞാനില്ല, എനിക്കെന്റെ പൈസ തിരിച്ചു വേണം. നീ എന്താടാ പറയണേ? ഗോവയിലേക്ക് പോകാൻ ഒരുങ്ങിക്കോ. ഇനിയധികം ദിവസമല്ല. കൂട്ടുകാരുണ്ടെങ്കിൽ പറ, അവർക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത പെൺകുട്ടികളെ കൂടെ ഉണ്ടാവും. നീ 4 ആളുണ്ടാക്കി തന്നാലേ നിന്റെ പൈസ ഞാൻ തിരിച്ചു തരുള്ളൂ. ഞാൻ പോരുന്നില്ല, എനിക്കെന്റെ പൈസ തിരിച്ചിട്ടാ മതി. ഓഹോ, നിനക്ക് നിന്റെ പൈസ തിരിച്ചു വേണല്ലടാ. അത് നീ അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നീ ഒന്ന് പോടാ. എനിക്കെന്റെ പൈസ കൊണ്ടാ. പൈസ കൊണ്ടാ. പൈസ ഇല്ലാതെ വീട്ടിക്ക് പോകാൻ പറ്റൂല. എനിക്കെന്റെ പൈസ ഒന്ന് പോണം. പൈസ പള്ളർച്ച് തരടാ. അവർക്ക് പൈസ
മേലാ കുട്ടികളെ വൈതെറ്റിക്കാൻ നടന്നാലുണ്ടല്ലോ അടിച്ചതിന്റെ കാലിയാ പിടിക്കും. മനസ്സിലാവടാ? വാടാ. ആ മാഷേ ഒന്ന് നിക്കി. മോളെ കല്യാണം അടുത്ത ഞായറാഴ്ചയെ നിങ്ങൾ കുടുംബമായിട്ട് നേരത്താണ്ട് എത്തണം, മറക്കരുത് കേട്ടോ. ആ എല്ലാരും എത്തിയ സ്ഥിതിക്ക് ഞമ്മക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. എന്താ? നിക്കാതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുറപ്പിക്കണല്ലോ. അതാണല്ലോ നമ്മളെ നാട്ടെടുപ്പ്. അതൊക്കെ റെഡിയാണ്. നിക്കാഹ് കഴിഞ്ഞാലുടൻ എല്ലാം പറഞ്ഞ പോലെ തരാം. അപ്പൊ അർച്ചിലുണ്ടെന്നൊരു കാര്യമില്ല. മാന്യന്മാരെന്ന് പല തട്ടിപ്പ് നടത്തുന്ന കാലാത്. അതുകൊണ്ട് പൈസ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് മതി വേറെ കാര്യമൊക്കെ. പിന്നെ ഈ കാര്യം പറഞ്ഞതേ നിങ്ങളെ മോളന്നെയാ. മോളെ, നിന്റെ മൂക്ക് വാപ്പാനെ വിശ്വാസമില്ലാണ്ടായോ? പറഞ്ഞുറപ്പിച്ചത് ഞാൻ കൊടുക്കൂലെന്ന് നീ കരുതിയോ? ഇവരീ പറഞ്ഞൊക്കെ നേരാണോ? തൊള്ള തുറന്ന് പറയടി. അസീസേ, അവളെ അടിക്കരുത്. അവളോട് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞത് ഞാനാ. കാരണം നിന്റെ മോൾക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല. ഇഷ്ടമില്ലെന്ന് ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതത്തിൽ കല്യാണം എന്നുള്ളൊരു ഭാഗ്യ. എന്റെ മോക്ക ഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല. അതോർത്ത് ഞാൻ എത്ര രാവുകൾ കണ്ണീർ വാർത്തിട്ടുണ്ടെന്നറിയോ? ഒടുവിൽ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മകൾക്കൊരു ഭർത്താവിനെ കണ്ടെത്തി. പേരുകേട്ട തറവാട്ടിന്ന് ഡോക്ടറായ ചെറുപ്പക്കാരനെ തന്നെ. എന്നിട്ടിപ്പോ ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് അറിയുമ്പോ ഇതിലപ്പുറം അന്തസ്സും അഭിജാത്തുള്ള ചെറുപ്പക്കാരനെ കണ്ടെത്താൻ എന്നെ കൊണ്ടാവില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പണക്കാരനായ ഭർത്താവിനെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അന്തസ്സുള്ളവരെ എന്റെ ഉപ്പ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതോർത്തിട്ടാ ഞാൻ സങ്കടപ്പെടുന്നത്. എന്റെ കല്യാണം മുടങ്ങുന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവൻ കൂടെ ജീവിക്കാൻ ഉപ്പ കണ്ടുപിടിച്ച ഇവരുടെ ആവശ്യം എന്താണെന്ന് ഉപ്പയ്ക്ക് മനസ്സിലായില്ലേ? മഹർ കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ സ്ത്രീധനം എണ്ണി വാങ്ങുന്ന ഇവരുടെ കൂടെയാണോ ഞാൻ സന്തോഷത്തോടെ കഴിയേണ്ടത്? സ്വന്തം മകളുടെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച എന്റെ ഉപ്പയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്റെ ഉപ്പയുടെ വിയർപ്പ് നിറഞ്ഞ സമ്പാദ്യം കൊണ്ട് എനിക്ക് തന്നെ ചോറ് തരുന്ന ഇയാളെ ഞാൻ എങ്ങനെ ആണുങ്ങളിൽ പെടുത്തും? അനാവശ്യം പറയരുത്. മാന്യന്മാരെ വീട്ടിൽ വിളിച്ചിരുത്തി അപമാനിക്ക. ഇവൻ പഠിച്ച് ഡോക്ടറായതേ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാ. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിലെന്താ തെറ്റ്? ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ മനുഷ്യ? 5 മിനിറ്റ് നേരം വീടടിച്ച് വൃത്തിയാക്കാൻ വരുന്ന വേലക്കാരി തന്റെ കൂലി പറഞ്ഞ് ഉറപ്പിക്കാറുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന ഭാര്യ ആയുഷ്കാലം മുഴുവനും ആ വീട്ടിലെ വേലക്കാരിയെ പോലെ അകത്തും പുറത്തും അടുക്കളയിലും കഷ്ടപ്പെടാറുണ്ട്. തന്നിൽ ജനിക്കുന്ന ഭർത്താവിന്റെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റാറുണ്ട്. ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെക്കാളും ഭംഗിയായി പരിചരിക്കാറുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാലും മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ തൊഴിലിന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് കൂലി ചോദിച്ചിട്ടുണ്ടോ? അഥവാ ചോദിച്ചാൽ തന്നെ ജോലിക്ക് തുല്യമായ വേതനം കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഭർത്താവിന് സാധിക്കൂ? എന്റെ ഉപ്പ ഗൾഫിൽ പോയി മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങൾ സമ്പാദിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. തന്റെ മകളുടെ ഭർത്താവിന് സ്ത്രീധനം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്.
ഈ നാട്ടിൽ എത്രയോ പാവപ്പെട്ട ബാപ്പമാരുണ്ട്. അവർക്കെല്ലാം കെട്ടുപ്രായം കഴിയാറായി പെൺമക്കളും ഉണ്ട്. എന്റെ ഉപ്പയെ പോലെ അവർക്കാർക്കും സ്ത്രീധനം കൊടുക്കാനുള്ള ശേഷിയില്ല. സമ്പാദ്യം സ്വപ്നങ്ങൾ മാത്രം. ഞങ്ങളെ ആണുങ്ങളാ. ഞങ്ങൾക്കൊരു പെണ്ണല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് ലോകത്ത് എവിടെ പോയാലും കിട്ടും. പക്ഷെ നിന്നെ പോലുള്ള പെൺവർഗത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഒരവസരവും ഒരു ദിവസവും മാത്രമേ ഉണ്ടാവൂ. അതേക്കുറിച്ച് ആലോചിച്ചാണോ ഈ നെകളിപ്പ്? ഇറങ്ങി പോടോ എന്ന് പറയുന്നതിന് മുമ്പ് പോകാൻ നോക്ക്. അല്ല ഡോക്ടർ സാറേ, ഇതെവിടെ നിന്ന് കിട്ടി ഈ MBBS? മൈസൂറോ അതോ മംഗലപുരോ? വാടാ, ഈ ബന്ധം നമുക്ക് വേണ്ട. വാ. നീ എന്താ മാറി നിൽക്കുന്നത്? അകത്തേക്ക് വാ. ഇവനെ കണ്ട് അത്ഭുതപ്പെടണ്ട. ഇവനെ പകരക്കാരനായി ഞാൻ കണ്ടെത്തിയതല്ല. നിന്റെ മകൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഇവനെ. നിങ്ങൾ ഗൾഫിലായിരുന്ന നാളുകളിൽ സിനിമയിലെ പോലെ ഞങ്ങൾ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ ഇയാളോട് എന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ട് പോലുമില്ല. എന്റെ ഉപ്പ ഗൾഫിൽ കഷ്ടപ്പെടുന്ന കാലത്ത് വീട്ടിൽ വന്ന പെണ്ണ് ചോദിച്ചു. കല്യാണ ചെലവ് വരെ വഹിക്കാമെന്ന് പറഞ്ഞു. ആ നല്ല മനസ്സിനെയാ ഞാൻ ഇഷ്ടപ്പെട്ടത്. മകളെ വിവാഹം കഴിച്ചയക്കാൻ നീ കഷ്ടപ്പെട്ട കാലത്ത് നിന്റെ മകൾക്കൊരു ജീവിതം നൽകാൻ തയ്യാറായത് ഇയാളിലെ നന്മ. ലക്ഷങ്ങൾ സ്ത്രീധനം നൽകി ഇവളെ കല്യാണം കഴിച്ചയക്കാൻ നിനക്ക് കെൽപ്പുണ്ടായപ്പോൾ പണമോ സമ്പത്തോ നോക്കാതെ ഇവളെ മാത്രം ആഗ്രഹിച്ച ആ ആളിൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച നിന്റെ മകൾ, അത് അവളുടെ നന്മ. മകളുടെ ആഗ്രഹത്തിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാതെ മനസ്സുകൊണ്ട് അവരെ അനുഗ്രഹിച്ച, അവരുടെ ഇഷ്ടത്തോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസീസ്, അത് നിന്റെ വലിയ മനസ്സിൻ്റെ വലിയ നന്മ.